ശരി ശരി. അടുത്ത സീസണിൽ സീതയായിട്ട് ബുക്ക് ചെയ്യാം. കൊണ്ടു കൊണ്ടു റാണിയുടെ ഹൃദയത്തിൽ തന്നുകൊണ്ടു. ആ നാടൻ ആ പോക്ക് തുടക്കം ഓക്കെ. ഇനി അടുത്ത രംഗം വളരെ സൂക്ഷിക്കണം. കെട്ടിപ്പിടിക്കോ? ആര് ആര്? കുമാരി എന്നെ. ചിലപ്പോ അത് സംഭവിക്കാം. നടക്കില്ല. ഇപ്പഴിക്കും ഞാനിതൊക്കെ. നാടകത്തിൽ പോലും ഭാരതി അല്ലാതെ മറ്റൊരു സ്ത്രീ എന്റെ ദേഹത്ത് തൊട്ടില്ല, അറിയോ? വളരെ നല്ല രസമായിട്ടുണ്ട്. മോളെ കാഞ്ചലേ, അമ്മാവന്മാർക്ക് അകത്ത് വരാവോ? വന്നോളൂ. ഓ വാ. ആരാ വല്യമാമേ അത്? മോക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാ. ആര്? മോളൊന്ന് ഓർത്ത് നോക്കിയേ. അത് വരട്ടെ വരട്ടെ. കുമാരൻ. മിടുക്കി മിടുമിടുക്കി. സത്യമാണോ മാമേ? എന്താ സംശയം? നമ്മുടെ ഒറിജിനൽ സൂര്യനാരായണനാ. പാതാളം വരെ അലഞ്ഞു തിരിഞ്ഞ് കണ്ടുപിടിച്ച് കൊണ്ടുവന്നതല്ലേ നമ്മുടെ ചക്രക്കുട്ടിക്ക് വേണ്ടി. തങ്കശ്ശേരി കൊട്ടാരത്തിൽ രാജകീയ പ്രൗഢിയിൽ തന്നെ വളരുകയായിരുന്നു. മോള് വേഗം വേഷം മാറുക. കുമാരനെ സ്വീകരിക്കാൻ അവൾ ഒരുക്കങ്ങൾ തുടങ്ങി. സ്വീകരിക്കാൻ സേവകർ വരുന്നതാ. അതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അണ്ടി കിണ്ടി ഒന്നും അല്ല, സൂര്യനാരായണൻ വന്നു. ഇവൻ സൂര്യനാരായണനോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ വിശ്വസിക്കണ്ട, ഞങ്ങൾക്ക് വിശ്വാസം. നാക്ക് തെളിയതു. ഈ ഭൂതം തെലുങ്ക. ആ ഏരിയ ഒന്ന് സൂക്ഷിച്ചോണം. എന്താ പെയിന്റ് അല്ല, പാല്. പശുവിന് കറന്നെടുക്കുന്ന സാധനം. നീ ഇത് കണ്ടിട്ടുണ്ടാവില്ല. ഇവിടെ ഇത് കാല് കഴുകാതെ ഉപയോഗിക്കും. അയ്യോ മഴ. മഴയല്ലടാ, പനിനീര് തെളിച്ചാ. ഹായ്, നല്ല രസം. എന്തായിരിക്കും ഇതിന്റെ ഒരു അവസാനം? റാണി വരുന്നുണ്ട്. അയ്യോ, എന്നെ തൊട്ടു. പിടിച്ചിരുന്നപ്പേക്ക് എന്റെ ഭാരതി തൊഴിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷായി. ഞാൻ കാത്തിരുന്നത് വെറുതെ ആയില്ലല്ലോ. എന്നെ കാഞ്ചന ലക്ഷ്മിയെന്ന് ഒന്ന് വിളിക്കോ? ഞാൻ ഈ ശബ്ദം ഒന്ന് കേൾക്കട്ടെ. ഈ പ്രപഞ്ചം മുഴുവൻ കേൾക്കാൻ വേണ്ടിയാ കുമാരൻ അങ്ങനെ വിളിച്ചതല്ലേ? പറയാനും കേൾക്കാനും നമുക്ക് ഒത്തിരി ഉണ്ടാവും. കുമാരൻ ദൂരയാത്ര കഴിഞ്ഞു വന്നതല്ലേ, എല്ലാത്തിനും സമയമുണ്ടല്ലോ. ത്രിപുരസുന്ദരി, കുമാരി അന്തഃപുരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ. രാജകുമാരൻ പള്ളി തീരാട്ടും പള്ളി ഉറക്കവും പള്ളിക്കഞ്ഞും കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് വരും. എങ്ങനെയുണ്ട് സംഗതി? ഒത്തോ? ഒരുപാട് ഓവറാക്കണ്ട. രാജാകാരു ചിക്കോച്ചിന്തി പെദ്ദ ചിക്കോച്ചി പടന്നി. രാജകുമാരനാന്നും പറഞ്ഞ് വലിയ മാമയും ചെറിയ മാമയും കൂടി ഒരാളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു. കാഴ്ചയിൽ രാജകുമാരന്റെ സർവ ലക്ഷണങ്ങളും ഉണ്ട്. വേണ്ടത് ചെയ്യണം. ഫോൺ പെട്ടേനാണ്ടി. ഇനിയും വെയിറ്റ് ചെയ്യേണ്ടി വരുമോ? രാജകുമാരി വളരെ സന്തോഷത്തില്. സ്വത്ത് പതാള് ഞങ്ങൾക്ക് തരുമെന്ന് ഉറപ്പായി. പെട്ടെന്നായിരിക്കും വലിയ മാമേ ചെറിയ മാമേ രജിസ്ട്രാറെ വിളിച്ചോളൂ എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഇവിടെ കോഴി വെയിറ്റ് ചെയ്യ്. രാധാഷ, താമസിക്കാൻ അദ്ദേഹത്തിനും ചികിടിക്കും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കണം. ഒന്നിനും ഒരു കുറവുണ്ടാവരുത്. അതെ തമ്പുരാക്കന്മാരെ, എന്താ പ്ലാൻ?
എന്റെ ഏർപ്പാട് തീർക്കണില്ലേ? എനിക്ക് പോണം. വെയിറ്റ് എല്ലാം പരിഹരിക്കാം. ദേ, പിന്നൊരു കാര്യം, എനിക്ക് 100-ന്റെ നോട്ട് വേണ്ട കേട്ടോ. 3 ലക്ഷം ആവുമ്പോൾ ഒരു വലിയ കെട്ടുണ്ടാവും. ചെറിയ ബാഗല്ലേ കൊണ്ടുവന്നിട്ടുള്ളൂ. ദേ, പറ്റുമെങ്കിൽ 1000-ന്റെ മതി. വൈകുന്നേരത്തിന് മുമ്പ് അങ്ങ് എത്തണം. ഇന്ന് കളിയുള്ളത് അത് ഡബിള്. എന്താ വേണ്ടി? കുമാരനെ രാജകുമാരി വിളിക്കുന്നു അന്തപുരത്തിലേക്ക് വരാൻ. അയ്യേ, അന്തപുരത്തിലേക്കോ? എന്തിന്? ഞാനില്ല. മുഖം ജസ്റ്റ് ചോലും. അന്തപുരത്തിൽ തോഴികൾ ഉള്ളതുകൊണ്ടാ കുമാരൻ വരുന്നില്ല എന്ന് പറഞ്ഞത്. ഭയങ്കര നാണക്കാരനാ. ത്രിപുരസുന്ദരി പൊയ്ക്കോ. എന്തിനാ അലച്ചിക്കണേ? കുമാരന്റെ കുമാരിയല്ലേ? പരട്ട കനകാമ്പര. 1000 നന്ദിയുണ്ട്. റാണി ദാനം ചെയ്ത പണം കൊണ്ടാ എന്റെ ചെറുമോളുടെ വേലി നടത്തിയേ. അനുഗ്രഹം വാങ്ങിച്ചോളൂ കുട്ടികളെ. ഏയ്, അതൊന്നും വേണ്ട. ഇവിടുത്തെ മുതലൊക്കെ നിങ്ങളെപ്പോലുള്ള ഒരു കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അതിന്റെ പങ്കാ തന്നത്. ഞാനൊരു നിമിത്തമായെന്നേ ഉള്ളൂ. ഓടി പുണ്യം കിട്ടും. മോൾക്ക് നന്മ മാത്രമേ വരൂ. നടക്കാ. ആ, ദേ വന്നല്ലോ നന്മ. ക്യാഷ് ഇങ്ങനെ വാരി അറിയൂല്ലേ? പകിടയൊക്കെ നിർത്തി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. കുഞ്ഞുനാളില് നമ്മള് രാവും പകലും പകിടകളിൽ തന്നെയായിരുന്നു. അമ്മ കരുക്കളെടുത്ത് ഒളിച്ചു വെക്കും. ഓർക്കുന്നുണ്ടോ അതൊക്കെ? ഓ, പിന്നെ എന്ത് രസമായിരുന്നു. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. വാ ശരിയാ, നമുക്കൊരു റൗണ്ട് കളിക്കാം. അയ്യോ, എന്റെ കുമാരി എന്ത് മണ്ടത്തരമായി പറയുന്നേ. ഇന്നത്തെ ദിവസത്തിന്റെ കുഴപ്പം അറിയൂ. രാഹു ചന്ദ്രനെ വിഴുങ്ങുന്ന ദിവസമാ. യുവമിഥുനങ്ങൾ പകിട കളിച്ചാൽ ഈശ്വര, വല്യമ്മ ഓർമ്മിപ്പിച്ചത് നന്നായി. എന്നാ നമുക്ക് നാളെ ആക്കാം. നാളെ ഈ കുമാരൻ തട്ടയിലായിരിക്കും മോളെ. ഞാൻ പോണ കാര്യം എന്താ മാമേ? അത് മോളെ കുമാരനൊന്ന് പോണം. പോകാനോ? അതെ, ഉത്സവ സീസണല്ലേ. ഭയങ്കര തിരക്കാ കുമാരന്. ശാകുന്തളമാണ് ഇപ്പൊ. ഒരുപാട് ക്ഷേത്രങ്ങളില് ഉത്സവങ്ങൾക്ക് പോയേക്കാമെന്ന് വഴിപാടുണ്ടായിരുന്നു കുമാരന്. വേണ്ട, കുമാരൻ എങ്ങും പോകണ്ട. എനിക്ക് പോണം. ഞാനേ ഒരു ദിവസത്തേക്കാ. എന്താ? അതെ, ഒരു ദിവസത്തേക്കെന്ന് പറഞ്ഞ ഓടിപ്പടച്ചു വന്നത് കുമാരിയെ സമാധാനിപ്പിക്കാൻ. പോയിട്ട് ഉടനെ വരും. വേണ്ട, പോകണ്ട. വേണം, പോകണം. പറ്റില്ല, ഞാൻ വിടില്ല. എനിക്ക് പോണം. എന്നാ പൊയ്ക്കോളൂ. ഓ, നമസ്കാരം. വിടട്ടെ. ഹലോ. നമസ്കാരം. 24 വർഷം കാത്തിരുന്ന് കിട്ടിയതാ എനിക്ക്. ഇനി നമ്മള് പിരിയില്ല. പറയൂ, എന്നെ വിട്ട് പോവോ? പോവില്ലാന്ന് പറ കുമാര. പോകും. ഇല്ല, പോകൂല. നമസ്കാരം. ഓടിയുണ്ട്. നമസ്തേ. ആരായി തേടണേ? ആ കിഴങ്ങൻ തമ്പുരാക്കന്മാരെ കുമാരന്റെ മുറിയിലുണ്ടല്ലോ. ആ, സിംഹത്തിന്റെ വായിലേക്ക് മാൻകുട്ടി എറിഞ്ഞു കൊടുക്കുന്ന പോലെ ആ ശൂർപ്പണകയുടെ മുമ്പിലേക്ക് എന്നെ എറിഞ്ഞു കൊടുത്തിട്ട് രണ്ടും കൂടി ഇവിടെ വന്ന് മൂടി പുതച്ച് കിടന്നുറങ്ങുകയല്ലേ നിങ്ങളാ? ഞാൻ വീണ്ടും ചതി. ആരവിടെ? ഞങ്ങളിവിടെ ഉണ്ട്. ഇപ്പൊ ദേഷ്യം തീർന്നില്ലേ? അതിനുള്ള ട്രിക്ക് കാട്ടിയതാ. എങ്കിലും ട്രിക്ക് ഞാനും കാണിച്ചു തരാം. അയ്യോ, അയ്യോ, രാജകുമാരരുത്. രാജകുമാരൻ മണ്ണാങ്കട്ട. അതെ, ഞാൻ രാജകുമാരനല്ല, കനകാംബരൻ, ഡ്രാമാറ്റിസ്റ്റ് കനകൻ. അയ്യോ, ആരെങ്കിലും കേൾക്കും. പതുക്കെ കേക്കട്ടെ. അപ്പൊ തിരിച്ചുപോയി രാജാപ്പാട്ട് കേട്ടാൻ നിനക്ക് ഉദ്ദേശം ഇല്ലേ? ഉണ്ട്. പഴശ്ശിരാജയ്ക്ക് തലയില്ലേ? ഉണ്ട്. ദുഷ്യന്തനോ? ഉണ്ടല്ലോ. അപ്പൊ തലയില്ലാതെ നീ എങ്ങനെ കിരീടം വെക്കും? അത് ഞങ്ങളിങ് എടുക്കും മോനെ. എങ്കിൽ ഞാൻ പിണങ്ങാതെ പോകാം. ക്യാഷ് തന്നാൽ മതി. ഇത്ര ചിരിക്കാൻ തമ്പുരാക്കന്മാരുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും ചത്തോ? എങ്ങനെ ചിരിക്കാതിരിക്കും? കൊട്ടാരത്തിൽ നിന്ന് ഒരു ഈച്ച പോലും പുറത്തു പോകാതിരിക്കാൻ രാജകുമാരി കൽപ്പന ഇട്ട് കഴിഞ്ഞു. എല്ലാം കൊണ്ടും കഷ്ടകാലം തന്നെ. ഉടപ്പിറന്നാളെ സഹായിക്കാൻ വേണ്ടിട്ടാണ് കരകാളയന്റെ വേഷം ഞാൻ കയറി കെട്ടിയത്. കുറെ എറിയിട്ടെങ്കിൽ എന്ത്, എന്റെ ദുഷ്യന്റെ അടിപൊളി എന്നെ നാട്ടുകാരെല്ലാം പറഞ്ഞത്. അടിപൊളി എന്നല്ല, അടി കൊണ്ട് പൊളയുംന്ന്. വേഷം ഇട്ടിട്ടാണെങ്കിൽ കുരങ്ങിനെ പോലെ. പോരാത്തതിന് എന്തിരി ശകുന്തളാപ്പി സുഖങ്ങളൊക്കെ തന്നെയല്ലേ എന്നൊരു ഡയലോഗും. എന്റെ ഭാരതി, നീ വരാത്തത് ഭാഗ്യം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ശാകുന്തളം കൊടുക്കണ്ടാന്ന്. അല്ലെങ്കിൽ തന്നെ ഗോപാലൻ എന്തിനാ ദുഷ്യന്തം കിട്ടിയത്? അതിനൊക്കെ ഒരു കല വേണ്ടേ? ഇതിപ്പോ നാണക്കേടായി.
നീ പോണേച്ച്. കനകേട്ടൻ വേഷമിട്ട് നിൽക്കുന്ന കണ്ടാലേ സാക്ഷാൽ ദുഷ്യന്തം വരെ തോറ്റുപോകും. എന്നാ കണ്ടുപിടിച്ചോണ്ട് വാടി നിന്റെ ദുഷ്യന്തേട്ടനെ. എന്തരെ? എനിക്കറിയാൻ പോയ സ്ഥലം വലിയ രാജാക്കന്മാരുടെ കൊട്ടാരത്തിലേക്കാ. പക്ഷെ ഗോപാലണ്ണൻ അവിടെ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് വേണം. അതെല്ലാം എനിക്കറിയാം. ഒരു കൊട്ടാരത്തിൽ ഏത് സ്റ്റൈലിൽ പോണോന്ന് സ്ഥലം പറ. എന്റെ ഭാരതി പ്രത്യേകം പറഞ്ഞതാ, കണ്ടകശിന് നേരത്തെ ഈ വക ഒരു പരിപാടിക്കും പോരുത്. കേട്ടില്ല. ഏതരണം കെട്ട നേരത്താണാവോ ദൈവമേ ഈ പിശാചുകളുടെ മുമ്പിൽ വന്നു പെട്ടത്. ഒന്ന് അടങ്ങിറങ്ങ. അമൃതയത്ത് തയ്യാറായിട്ടുണ്ട്. അതെന്താ അത്? മാമു മാമു ദേവരണോ കനകവാ, നമുക്ക് ഉരുട്ടി വിഴുങ്ങാം. എനിക്കിങ്ങ് വേണ്ട. കുമാരനെ കാണാൻ എന്താ തഞ്ചാവൂർ കൊട്ടാരത്തിൽ നിന്ന് ഒരു തമ്പുരാൻ വന്നിട്ടുണ്ട്. നാടകം ബുക്ക് ചെയ്യാനായിരിക്കും. കുരാമ കുമാര ത്രിപുര സുന്ദരി, നീ മലയാളത്തിൽ പേശേ. പറഞ്ഞത് മലയാള. മൂലം തിരുനാൾ സുരേഷ് കുമാർ എന്നൊരു രാജാവ് വന്നിട്ടുണ്ട്. അയ്യേ, അതെന്തൊരു പേര്? അതെന്തോ ആട്ടെ, വാ നമുക്ക് മുഖം കാണിക്കാം. തന്റെ ഈ കാളമുഖം കാണിക്കും. ഞാനില്ല. അയ്യേ, കുമാരന്റെ വരെ പറഞ്ഞ് പല കൊട്ടാരങ്ങളിൽ നിന്നും തബ്രാക്കന്മാരും തബ്രാറ്റുമാരും കാഴ്ചദ്രവ്യങ്ങളുമായി വരും. മുഖം കാണിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ഒന്നുമില്ല. വാടാ പോണേ കനകാംബര, ഇതും അഭിനയത്തിന്റെ ഒരു ഭാഗമല്ലേ. നീ വാ. കിരീടവും ആടയാഭരണങ്ങളും അണിഞ്ഞ ഒരു രാജാവിനെങ്കിലും കാണാൻ കഴിഞ്ഞല്ലോ. ഭാഗ്യം. ഇന്നും പരമ്പരാഗത വസ്ത്രം ധരിച്ചു നടക്കുന്ന ഏതോ കൊട്ടാരത്തിലെ അംഗമാ. ചെന്ന് കാലിൽ വീണ് നമസ്കരിക്കേ. തിരുമനസെ അനുഗ്രഹിച്ചാലും. അപ്പിയൊക്കെ സുഖങ്ങളൊക്കെ തന്നെ അല്ലേ? അയ്യേ, ഇങ്ങനൊരു ഭാഷ ഒരു രാജാവും പറഞ്ഞു കേട്ടിട്ടില്ല. നീയാ? തൂണിലും തുരുമ്പിലും യന്ത്രം എല്ലായിടത്തും ഈ മൂലം തിരുനാൾ സുരേഷ് കുമാർ കാണും. നിന്നെ എന്തിനാ പന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്റെ ഉടപ്പറന്നാളെ ഉപേക്ഷിച്ചിട്ട് നീ ഇവിടെ വന്ന് രാജാവായിട്ട് ഷൈൻ ചെയ്യാൻ നോക്കുകയാണല്ലേ? വിളിച്ചോണ്ട് പോവാൻ വന്നേ. ഒരു വേഷം എത്രയും വേഗം സ്ഥലം കാലിയാക്കാൻ നോക്കട പരട്ടെ. കാണിച്ചു തരാം. തമ്പ്രാക്കന്മാരെ തോഴിയാരെ ഓടി വരി. നോക്കി നിൽക്കാതെ ഇവന്റെ വായിലേക്ക് തുണി കുത്തി തിരികടോ പന്ന തമ്പുരാക്കന്മാരെ. ചേട്ടാ പൊതിഞ്ഞു കിട്ടി ചേട്ടാ അവന്റെ മുഖം മാനകന്റെ. തഞ്ചാവൂർ കൊട്ടാരത്തിന്റെ ഒന്നും തമ്പുരാനാ. അദ്ദേഹത്തിനൊരു മോഹം കുമാരനുമായിട്ട് കണ്ണേറ്റ് കളിക്കണമെന്ന്. കുട്ടിക്കാലത്ത് സൂര്യന് കണ്ണുകെട്ടിക്കളി വലിയ ഇഷ്ടായിരുന്നു. പിന്നെ പുറകിൽ ഇങ്ങനെ തള്ളിയിട്ട് ഇങ്ങനെ ഇടിച്ചും കളിക്കുകയായിരുന്നു. എന്നാ ഇടിച്ചു കളിച്ചോട്ടെ. നിർത്തണ്ട, കളിച്ചോ. ചുറ്റിലും വെഞ്ചാമര വീശ അടിപൊളി തോഴികള്, പട്ട് മെത്തേക്കടത്തി മസാജ് ചെയ്യാൻ നല്ല നഗ്മയെ പോലത്തെ പെണ്ണുങ്ങള്, പോരാത്തതിന് രംഭ തിലോത്തമ്മയെ പോലുള്ള ഒരു കിടിലെ രാജകുമാരി സ്വന്തം. എന്റെ ഭാരതി, എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ ഹൃദയങ്ങൾ പൊട്ടി മരിച്ചേനെ. അവ ഇനി വരൂല ഭാരതി, അവ അവിടുത്തെ ശ്രീകൃഷ്ണനാണ്. പോണാൽ പോകട്ടും പോരായ്യാ.